എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തിന്റെ കീഴിലേക്ക് പോവാം. കട്ട മത്സരം ഇന്ന്. ആരാ താഴ്ന്നേ നോക്കാം. ഇന്ന് ആരാണ് താഴുന്നത്? പുഷ്പ കിട്ടുന്നവർ വിജയിക്കും. താഴത്തില്ലടാ. ഓക്കെ. ആ വിജയം ഒരു പരാജയമായിട്ട് കാണണം അല്ലേ? ആ വിജയിച്ചവർക്ക് അയ്യോ ഇങ്ങനെയാണല്ലോ ഞാൻ ജയിച്ചതെന്ന് മനസ്സിൽ തോന്നണം. പെട്ടെന്ന് കിട്ടും. ഓക്കെ. ഈ കിഴിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആരും, അതായത് ഞങ്ങൾ രണ്ടിലും ആരായാലും ജയിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. സത്യം. സമാധാനം കിട്ടും. ഓക്കെ, ഫസ്റ്റ് വൺ. ഓക്കെ, ഫസ്റ്റ് പുഷ്പയായിരിക്കും. ആശ്വാസം. ബേബി ജോൺ സിനിമയുടെ സെക്കൻഡ് സിംഗിൾ വരുന്നുണ്ട്. പേളി കയറിയെന്നാണ്. ഞാൻ അതിലില്ലായിരുന്നല്ലോ. പിക്ലി പോം ഇതാണ് സെക്കൻഡ് സിംഗിൾ. എന്തായാലും ഇന്നാണ് വരുന്നത്. എപ്പോഴാണ് ടൈം എന്നുള്ളത് അറിഞ്ഞൂടാ. അടുത്തത് വിനീത് ശ്രീനിവാസൻ നെക്സ്റ്റ് മൂവി. ഓക്കെ. ആക്ഷൻ ജോണറിൽ വരുന്ന സിനിമയാണ്. നോബിൾ തോമസ്, ഷാൻ റഹ്മാൻ, പിന്നെ ജോമോൻ ജോൺ ഇവരൊക്കെ ഓൺ ബോർഡ് ആയിട്ടുണ്ട്. എന്തായാലും മാർച്ച് 2025 ഷൂട്ട് തുടങ്ങും. ആരായിരിക്കും നായകൻ? ആരാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ആക്ഷൻ മൂവിയാണ്. എന്നാലും ഒന്ന് ഗസ് ചെയ്യും. പ്രണവായിരിക്കുമോ? അറിയില്ല. അടുത്ത കിഴി ബറോസ് സിനിമയുടെ ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓക്കെ. ബെല്ലറീന സ്പിൻ ഓഫ് ജോൺ വിക്ക് സിനിമയുടെ ഫസ്റ്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. അന്നാഡി അർമാസ് നായികയായിട്ടെത്തുന്ന സിനിമ. 2025 റിലീസ്. ആക്ഷൻ ആയിരിക്കും. ജോൺ വിക്ക് അല്ലേ? അതെ. ഒറ്റക്കൊമ്പൻ. സുരേഷ് ഗോപിക്ക് സിനിമ ചെയ്യാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്രത്തിൽ നിന്ന്. വീണ്ടും താടി വളർത്താൻ തുടങ്ങി എന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. സന്തോഷായി. എന്തായാലും ഒറ്റക്കൊമ്പൻ. അതെ, അതൊന്ന് പ്രതീക്ഷിച്ച സിനിമ. നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരുന്ന അത് നടക്കൂല എന്നുള്ള ഇത് വന്നപ്പോഴേ ഭയങ്കരമായിട്ട് സാഡായിട്ടുണ്ടായിരുന്നു. എന്തായാലും സന്തോഷമായി. അടുത്ത് റേച്ചൽ സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് January 10. ഓക്കെ. ആനന്ദിനി ബാല ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഹണി റോസ് നായിക. ഓക്കെ. അടുത്ത കിഴി ജാട്ട്. സണ്ണി ഡിയോൾ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ പുഷ്പ 2ൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും എന്നുള്ളതാണ് ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അനൗൺസ്മെൻറ്റ് പോസ്റ്റർ ഉണ്ട്. ഇല്ലേ, കൊള്ളാമല്ലേ സംഭവം? എന്തായാലും പുഷ്പ 2 ഒരു വെറി പിടിച്ച സാധനമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതും കാണണമെന്ന് ഇന്നലെയൊക്കെ കാണാഞ്ഞത് ഭാഗ്യം. ഇല്ല, ഈ സണ്ണിടിയോളം കിട്ടിയാനിപ്പോ സത്യമായിട്ട് പറയാം. അല്ലെങ്കിൽ തന്നെ ഇതിന്റെ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോ തന്നെ കയ്യിൽ നിന്ന് പോയതാണ്. വലിയൊരു പങ്കയം പിടിച്ച് നടക്കുക. അവനെ കൊന്നിട്ട് പോവാ, ഇവനെ കൊന്നിട്ട് പോവാ. അടുത്തത് ഫാമിലി. ഫാമിലി സിനിമയുടെ സ്ട്രീമിംഗ് മനോരമ മാക്സിൽ ഇന്ന് December 6. December 6 പറഞ്ഞാൽ ചെറുക്കൻ്റെ ബർത്ത്ഡേ കേട്ടോ. കുഴിമന്തി കഴിക്കാൻ പോകുന്നുണ്ട്. കുഴിമന്തി നീ മേടിച്ചു തരൂലടാ? ഞാനാണെങ്കിൽ ബ്രഷ് ചെയ്തും പോയി വെക്കപ്പെട്ടിട്ടേ ഇருக்கு എൻ്റെ ബർത്ത്ഡേ എന്തായാലും ഒരു പോലീസുകാരത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ? പക്ഷെ ഞാൻ യൂണിഫോം ഇട്ടാണല്ലോ. യൂണിഫോം ഇട്ടാലും ഇതിന്റെ അപ്പറാ നോളത്തരാ. അടുത്തത് സൂര്യ 44 സിനിമയുടെ ടൈറ്റിൽ എന്തായിരിക്കും എന്നുള്ളത് ഒരു പൊതു ചർച്ചയാണ് ഇപ്പോൾ. അതിന് കാരണം ഇതിൻ്റെ ടൈറ്റിൽ പുറത്തു വരാനുള്ള സമയമായി. കൾട്ട് എന്നായിരിക്കും. കൾട്ട് എന്നായിരിക്കും ഇതിൻ്റെ ടൈറ്റിൽ എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഒരു കൾട്ട് മൂവി. ഇതിന്റെ സിനിമേന്റെ റിവ്യൂ ഒക്കെ വരുമ്പോഴേ സിനിമ എങ്ങാനും കൊള്ളൂലെങ്കിലേ ഒരു കൾട്ട് പടം, അതിന് കൂടെ വേറെ പലതും ചേർക്കാം. സത്യം, ഇത് കൊള്ളു. പേരാര്? കാർത്തിക് സുബ്രാജ്. അതാണ്. അടുത്തത് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. 1 million വ്യൂസ് ആയിട്ടോ.
എന്തായാലും ഞങ്ങൾ ഇതിൻ്റെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടിട്ടില്ല. ലൊക്കേഷൻ വീഡിയോ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് തോന്നിയ കാര്യം പലതും നമ്മൾ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അതെ, മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത്, അതുകൊണ്ട് തന്നെ സിനിമ അങ്ങനെയാവുന്നുള്ളത് നമുക്ക് ഒരു മുൻവിധിയില്ല. ആ ടീസർ എന്താണോ ടീസർ മോശം, അതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് സിനിമ നന്നാവൂലെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതല്ല ഇനി വേറെ കാര്യം ചോദിക്കാം, മോശമാവും പറയാൻ പറ്റുമോ? അത് രണ്ടിലും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ സീന് ഇതിപ്പോ സിനിമയിൽ നമ്മൾ കാണുകയാണ്, അത് സാധാരണ പോലെ പോകും, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ആൾറെഡി ആ സിനിമയുടെ ഉള്ളിലേക്ക് എൻ്റർ ആയിട്ടുണ്ടാവും, പിന്നെ അത് അങ്ങനെ പോകും. പക്ഷേ ഈ സിനിമയുടെ ആദ്യത്തെ ഒരു ഔട്ട് പുറത്തു വിടുമ്പോൾ ഇങ്ങനെ ലെവലിൽ ഫീൽ ചെയ്യുമ്പോൾ അയ്യോ ഇതെന്തിനാ ഇങ്ങനെ പുറത്തു വിട്ടെന്നുള്ള തോന്നും. കുറച്ചും കൂടി ഒന്ന് അടിപൊളിയായിട്ട് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇത് എന്താ കോമഡി ജോണർ ആണെന്നും ഇതൊക്കെ നമുക്കും അറിയാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ കഥ പറഞ്ഞു പലരും വിചാരിച്ചിട്ടുണ്ട് ഇത് ഈ ജോണർ എന്താണോ അതൊന്നും പിടികിട്ടാണ്ടാണ്. അത് പിടികിട്ടാത്തോണ്ടല്ല. എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഞങ്ങൾ ഒരു 5-6 പ്രാവശ്യം ഈ സാധനം ഇരുന്ന് കണ്ടു. ഒരു കോമഡിയും ഞാൻ ചിരിച്ചിട്ടില്ല, ഇവനും ചിരിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ചിരിക്കാത്തതുകൊണ്ട് മനഃപൂർവ്വം അല്ല, ചിരി വരുന്ന ഒരു സാധനമുണ്ട്. ആ സാധനമൊന്നും അതിനകത്ത് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു കോമഡി വൈബാണ് എന്നുള്ള രീതിയിൽ അവർ തന്നിട്ടുണ്ട്, അതത്രേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആൾറെഡി അറിയാം ഇത് കോമഡി ജോണറാണ്, കോമഡി ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ജോണർ നമ്മുടെ മലയാളത്തിൽ വളരെ അപൂർവമാണ്. അപൂർവം. പണ്ടത്തെ ഉത്തരോ അങ്ങനെ ഏതൊരു സിനിമ ഉണ്ടല്ലോ, പഴയൊരു പടം ഉണ്ട്, അങ്ങനെ അതിനുശേഷം അങ്ങനെയുള്ളൊരു ജോണർ ഇല്ല. അപ്പം അങ്ങനെ ഒരു വെറൈറ്റി സാധനം തന്നെയാണ്. അത് ഞങ്ങൾക്ക് ഇതിന്ന് മനസ്സിലായിട്ടുണ്ട്. അത് ഇതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് അല്ലാതെ തന്നെ അറിയാം. ഈ സാധനം ഔട്ട് ഇങ്ങനെയാണോ ഇങ്ങനെയൊക്കെയുള്ളോ എന്നുള്ള ഒരു തോന്നൽ, അത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ഒരു കോൾ പ്രതീക്ഷിച്ചോ? എന്താടാ മമ്മൂക്കേൻ്റെ കഥ പറയടാ. അത് നമ്മൾ തട്ടി വിടുന്നല്ലേ, അറിയാതെ വെറുതെ ഇരുന്ന് തള്ളോട് തള്ളാതെ തള്ളി ജീവിക്കുന്നവരാണ്. ഓക്കെ, അടുത്ത കിഴി. അയ്യോ ഇതുവരെ പുഷ്പ വന്നിട്ടില്ലല്ലോ. അയ്യോ വന്നിട്ടില്ല കേട്ടോ. പേടിയാണോ? ഭാഗ്യവാൻ ഞാനാണോ ഭാഗ്യവാൻ? ഞാനോ? ഇതാണോ എന്നൊരു സംശയം. ഫഫനെ കാണുന്നില്ല. ഞാൻ എന്തെങ്കിലും വന്നാലും ഞാൻ നിങ്ങൾ തട്ടി മാറ്റും. ഫഫന വന്നു ഫഫന അതാരാ? ഫഫ ബോളിവുഡിലേക്ക് വരുന്നു. ആളുടെ ആദ്യത്തെ ബോളിവുഡ് ചിത്രം സംഭവിക്കാൻ പോകുന്നു. ഇംതിയാസ് ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇംതിയാസ് അല്ലേ? പൊളി. പിന്നെ അതിൽ നായികയായിട്ട് വരുന്നത് തൃപ്തി ദിമ്രി. ലവ് സ്റ്റോറി ആണെന്നാണ് കേട്ടോ റൂമറുകളൊക്കെ വരുന്നത്. 2025 തുടക്കത്തിൽ ഇതിന്റെ ഷൂട്ട് തുടങ്ങും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. നോക്കാം. ഷമ്മി പരിപാടിയൊക്കെ നിർത്തണേ. നിർത്തിയാ മതിയായിരുന്നു. അയ്യോ അടുത്ത രൂപം മാറിയിട്ട് വരില്ലല്ലോ. കൂലി. നീ കൂല് നിർത്തിച്ചു വിട്ടോ എന്നെ. എന്ന് പറഞ്ഞിട്ടേ അവിടെ കൂലി സിനിമേന്റെ ഒരു ലൊക്കേഷൻ സ്റ്റില്ല് വന്നിട്ടുണ്ട്. അതുപോലെ വെച്ചിട്ട് ഏതായിരുന്നു? അയ്യോ ഓർത്ത വർഗമല്ലോ. വല്ല കാര്യം ഉണ്ടായിരുന്നു, ഓർത്തെടുത്താ തീറി. എന്താണെങ്കിലും സന്ദീപ് കിഷൻ ഓൺ ബോർഡ് ആയിട്ടുണ്ട് കേട്ടോ. ആണിതിലൊരു പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലേ അതിൻ്റെയൊക്കെ എന്തോ ഒരു സാധനം ഡിസംബർ 12-ാം തീയതി വരുന്നുണ്ട് എന്നുള്ളതാണ്. ലോകേഷ് എന്താണ് പണി വെച്ചിട്ടുള്ളതെന്ന് അറിയാം. ഓക്കെ, അടുത്ത കിരി എടുക്കുന്നു. വീടി 14. പുഷ്പ വന്നിട്ടില്ലെങ്കിലും പുഷ്പയിലുള്ള എല്ലാവരും വരുന്നുണ്ട്. ഫഫ വന്നു, ഇപ്പൊ രശ്മിക മന്ദാന വന്നു, ശ്രീവല്ലി. അയ്യോ 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 ഫീലിംഗ് വരാതെ ഈ ഒരു കിഴി പറയാം. ഓക്കെ, വീടി 14 വിജയ് ദേവരകൊണ്ടൻ്റെ ഒരു പ്രതീക്ഷയുള്ള സിനിമയാണ്. ബിഗ് ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്, ഒരു പീരിയോഡിക് പരിപാടി. ഈ സിനിമയിൽ നായികയായിട്ട് നമ്മുടെ ശ്രീവല്ലി വരുമെന്നുള്ളതാണ്. ശ്രീവല്ലി വന്ന പുഷ്പ അല്ല, ഈ വരുന്നു എന്നുള്ള ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ചേർന്ന് വരികയാണ് ശ്രീവല്ലി. എന്താന്ന് അറിഞ്ഞൂടാ. എന്താണെങ്കിൽ സംക്രാന്തിക്ക് ആള് ജോയിൻ ചെയ്യും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അടുത്തത് എമ്പുരാൻ. ഞാൻ രക്ഷപ്പെട്ട്. എമ്പുരാൻ സിനിമേന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്ന പീക്ക് പുറത്ത് വന്നിട്ടുണ്ട്. കാണിക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാം. അവസാന വെടി എന്റെ നെഞ്ചത്ത് പുഷ്പ. ഞാൻ ജയിച്ചു. പുഷ്പ താഴത്തില്ലടാ.
നോക്കേണ്ട കാര്യമില്ല. എന്തിന് മറ്റേ പിക്ക് കാണിച്ചിട്ടില്ല. അതൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. ആ ഓക്കെ, അതിനിവിടെ പ്രാധാന്യം ഇവിടെ. അത് ശരിയാ. എന്റെ പരാജയം എന്റെ വിജയം. അതിനാണ് വിജയിച്ചിട്ടും പരാജയം രണ്ടും കൂടി ഒരാൾ നേടുക എന്ന് പറഞ്ഞത് ഭയങ്കര കഴിവുള്ള കാര്യം കേട്ടോ. പുഷ്പ ടു സംഭവം വളരെ പ്രാധാന്യമുള്ള സംഭവമുണ്ട് പറയാൻ പോകുന്നത്. പക്ഷേ പുഷ്പ 2 ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് 260 കോടിൻ്റെ അടുത്താണ് എസ്റ്റിമേറ്റ് പറയപ്പെടുന്നത്. സകലമാന റെക്കോർഡുകളും ഇന്ത്യൻ സിനിമയുടെ എല്ലാ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡുകളും തൂത്തുവാരിക്കുണ്ട് എല്ലായിടത്തും. നോർത്തിൽ ജവാനെ പൊട്ടിച്ചു, സൗത്തിൽ ബാഹുബലിയെ പൊട്ടിച്ചു, KGF പൊട്ടിച്ചു, അത് KGF 2 അതെ, അങ്ങനെ എല്ലാത്തിലും പൊട്ടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ അതിലും പൊട്ടിച്ചിട്ടുണ്ട്. ബാഹുബലി 2ാം സ്ഥാനത്ത് 202 കോടിയായിരുന്നു ഫസ്റ്റ് ഡേ കളക്ഷൻ. അതിനൊക്കെ നിഷ്ഭ്രമാക്കിയിട്ടുണ്ട്. അതിന്റെ എത്ര മടങ്ങാണ് അതെ കളക്ഷൻ കയറിയിരിക്കുന്നത്. സിനിമയിൽ വാർണർ ഇല്ലേ, നിങ്ങൾ വാർണറിനെ കണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ഒരു വാർണർ കണ്ടതാണ്. അത് ആളെ ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം ആളുടെ ഒരു പറക്കലുണ്ട്, അത് കണ്ടപ്പോൾ മനസ്സിലായി ഇതാണ് ഇതിലെ വാർണർ, ഇതാണ് വാണി, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന്. എൻ്റെ മോനെ ആ വാർണറിനെ കണ്ടു. വാർണറൊക്കെ ഉണ്ടെന്ന് അതൊക്കെ കൂടി ഇതിനകത്തുണ്ടായിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കി. പാവം അയാളെയും കൂടി ഇപ്പം ഏറെ കയറ്റിയാണ്. ആളൊരു ശുദ്ധനാണ്. അയാളാകെ പുഷ്പ ഫസ്റ്റ് ഇറങ്ങി ദഗ്ഗതല്ലേ അത് കാണിച്ചു മാത്രമേ. ആള് തെലുങ്ക് സിനിമ ഏതോ ഒരു പടം ഉണ്ടല്ലോ, റോബിൻഹുഡ് ആണോ അങ്ങനത്തെ ഏതോ ഒരു പടം ഉണ്ട്, അതിലാണ് ആള് ഡോണായിട്ട് വരുന്നതാണ് ഇപ്പൊ കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, എന്തായാലും വരട്ടെ. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോടെ തീർന്നിരിക്കുകയാണ്. ജയിച്ചു തോറ്റിരിക്കുന്നു. അതെ, ജയവും തോൽവിയും ഒരേ ദിവസം ഒരേ ടൈമിൽ അനുഭവിച്ചു വാങ്ങിയ ഏറ്റുവാങ്ങിയ പ്രഫത്തിയൂട്ടിക്ക് എല്ലാവിധ ജന്മദിനാശംസകളും. ഓ താങ്ക് യു. അപ്പൊ എന്തായാലും ഞങ്ങൾ എന്താണ് വെക്കപ്പെട്ടേ. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ.